ഇന്ന് നമുക്കേ ഒന്ന് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്താലോ? ഈ കുഞ്ഞു വെണ്ടയ്ക്ക കിട്ടുമ്പോഴാട്ടോ, ഇതെനിക്ക് മമ്മി കൊടുത്തു വിട്ട വെണ്ടയ്ക്കയാണ്. ഈ ചെറിയ വെണ്ടയ്ക്ക, മൂക്കാത്ത വെണ്ടയ്ക്കയായിരിക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് നെടുവെ ഒന്ന് പൊളക്കണം. വെണ്ടയ്ക്കയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ഒരു പാത്രം എടുത്ത് അതിലേക്ക് കോൺഫ്ലവർ ആണ്, 2 സ്പൂൺ കോൺഫ്ലവർ. അരിപ്പൊടിയാണ് കേട്ടോ, അതും അതുപോലെ തന്നെ 2 സ്പൂൺ എടുത്തു. കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, ചെറിയ സ്പൂണിനാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇത്ര മതിയേ. പിന്നെ ഇനി നമുക്ക് വേണ്ടിയത് ഉപ്പ് പാകത്തിന്, 2-3 വറ്റൽമുളകില്ലേ, ഇങ്ങനെ കുഞ്ഞാക്കി മുറിച്ചത്, ചെറുതാക്കി ഇങ്ങനെ മുറിച്ചിട്ടത്. ചില്ലി ഫ്ലേക്സിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഇങ്ങനെ മുറിച്ചിടണേ. കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ തന്നെ കൈകൊണ്ട് ഇങ്ങനെയൊന്ന് നല്ല പോലെ പീച്ചിട്ട് ഒന്ന് മുറിച്ചിട്ടേക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതവിടെ ഇരിക്കട്ടെ. ചട്ടി അടുപ്പ് വെച്ചിട്ട് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നോരോന്ന് പെറുക്കിയിടാം. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ കണ്ടോ, മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ, ഇത് വെണ്ടയ്ക്ക ആണെന്ന് ആരെങ്കിലും പറയുമോ അല്ലേ? സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ലാസ്റ്റ് ട്രിപ്പും നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ നമ്മൾ കോരുവാണേ. അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ടൈം വരുന്നതായിരിക്കും. ബൈ.